എന്തൊരു മത്തി റോസ്റ്റ് ആയാലോ? എന്താ ഉണ്ടാക്കല്ലേ? ഫസ്റ്റ് ഒരു പാനിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി മാത്രമല്ല കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തില്ലേ, ഇനി നമുക്ക് അതിനകത്ത് നമ്മുടെ സ്വന്തം ഉപ്പുകുട്ടനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു തവ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അടുപ്പത്ത് വെക്കാതാണ്. ഇളക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കത് ഇതേ കൂട്ടൊക്കെ കിട്ടും കേട്ടോ. അതിനകത്ത് നമ്മൾ വരഞ്ഞ് നമ്മുടെ സ്വന്തം മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5-6 ചുറ്റിനും വെച്ച് കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മുടെ മത്തിക്കുട്ടന്മാരെ എല്ലാം ഈ എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഗൈസ്. നല്ലപോലെ ഉദ്ദേശിച്ചത് ഫുള്ളിട്ട് ഇളക്കാനല്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചതച്ചതാണ്, അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തോട്ട്. ഇതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ സ്വന്തം കരിവേപ്പിലയാണ് കേട്ടോ. ഈ കരിവേപ്പില ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ഞങ്ങളുടെ വീട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മമ്മ വീട്ടിലുണ്ടായതാണ്. അമ്മയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടാണല്ലോ ഇല്ലേ. പറഞ്ഞ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഇനി നമുക്ക് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നുമില്ല, ഇളക്കുക ഇളക്കുക ഇളക്കുക, ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ചെറിയ കൈവേനയൊക്കെ എടുക്കും, അത് നമുക്കൊരു പ്രശ്നമേ അല്ലല്ലോ അല്ലേ അല്ലേ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പം ചിലവർക്കെങ്കിലും കൈവേന എടുത്ത് കാണും, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. പിന്നെ നമുക്ക് കുറച്ച് നേരം ഇളക്കാതെ റെസ്റ്റ് എടുക്കാൻ പറ്റും, കാരണം കുറച്ച് നേരം ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറേ നേരത്തെ ഇളക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മത്തി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള മത്തി റോസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. മീൻ കഴിക്കാത്തവർ ഒന്നും കഴിച്ചു പോകും കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് മീനിനോട് വലിയ ഇഷ്ടമല്ലാത്ത ആളാണ്. ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.